ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗോളിനെ പറ്റി സംസാരിക്കാൻ. അതായത് നമുക്ക് എല്ലാവർക്കും ഓരോ ഗോൾ ഉണ്ടാവും. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് നമ്മളിൽ പലർക്കും അറിയത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ ഒരു എന്താ പറയാ, ഒരു കാര്യം പഠിക്കണം. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്കത് നടക്കത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പോൾ ഓരോ പിള്ളേർക്കാണെങ്കിൽ ഡോക്ടർ ആവണം, എഞ്ചിനീയറിംഗ് ആവണം, അല്ലെങ്കിൽ CA പഠിക്കണം, അങ്ങനെയൊക്കെ പലവിധ ആഗ്രഹങ്ങളും കാണും. സോ അവർക്ക് എന്ത് പഠിക്കാനാണെങ്കിലും അവര് എപ്പോ തൊട്ടാണ് അവരോട് സിൻസിയറായിട്ട് ആഗ്രഹമുണ്ടോ, സിൻസിയറായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് ഈ ആഗ്രഹം നടക്കും. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ അവർ അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലപോലെ. ഇപ്പൊ അവർക്ക് ഇപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയറിംഗ് ആവണം, അല്ലെങ്കിൽ പോലീസ് ആവണം, അങ്ങനെ IAS ആവണം, അങ്ങനെ പല വിഭാ കുട്ടികളും പല രീതിയിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അവർ അതിനു വേണ്ടി പരിശ്രമിക്കണം. ഇപ്പൊ ചുമ്മാ നമ്മൾ എഞ്ചിനീയർ ആവണം എന്ന് നമ്മൾ എഞ്ചിനീയർ ആവത്തില്ല. നമ്മൾ അതിനു വേണ്ടി ഇപ്പഴേ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയാലേ ഭാവിയിൽ നമുക്ക് അതാവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? കുഞ്ഞു പിള്ളേരാണെങ്കിൽ തന്നെ അവര് നല്ലപോലെ പഠിക്കേണ്ട കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, പഠിക്കുക നല്ലപോലെ. പഠിച്ചിട്ട് നമ്മളെ ഒരു ടാർഗറ്റ് ആണ്, ഒരു ഗോളാണ്. ഗോൾ നമ്മൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യും എന്നുള്ള ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഓരോരുത്തർ പലതും പല അഭിപ്രായങ്ങൾ പറയായിരിക്കും. ഇപ്പൊ ഒരു ഇവൻ എന്തിനാ ഡോക്ടറേറ്റ് പഠിക്കുന്നത്, അതിന്റെ സ്കോപ്പ് ഒന്നുമില്ല, ഇപ്പൊ ഈ ഫീൽഡ് സ്കോപ്പ്, പല സ്കോപ്പിന്റെ കാര്യങ്ങളായിരിക്കും ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗോൾ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമുക്ക് അത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുക. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, കൂടുതലും കഷ്ടപ്പെടുക. ഇപ്പം കഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ ഇപ്പൊ എന്താ, രാവിലെ പഠിക്കുക, രാത്രി പഠിക്കുക, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. നമുക്കൊരു നിശ്ചിത സമയമുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും പഠിക്കുവാണെങ്കിൽ അതിൽ തന്നെ ഇൻവോൾവ് ആയി നമുക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ള വിചാരത്തോടെ പഠിക്കുവാണെങ്കിൽ നമുക്ക് എവിടെ വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അത് ഗോൾ സെറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, പല ഫീൽഡിലും ഇപ്പൊ ഓരോരുത്തർക്ക് CA പഠിക്കാനുണ്ടാവും, CA പഠിക്കാൻ പറ്റാതെ ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സി എ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ പഠിക്കണം, അല്ലെങ്കിൽ അത് ടഫാ എന്ന് പറയുന്നത്? ബിക്കോസ് അതില് കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. CA പറ്റി ഞാൻ ഒരു വീഡിയോയില് ഞാൻ പിന്നീട് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുത്ത് പറയാമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം CA പഠിക്കുന്നത് യൂഷ്വലി കുറച്ച് ടഫാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ടഫായിരിക്കുമ്പോൾ തന്നെ നമുക്കത് പഠിക്കാനായിട്ട് അധികം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. കാരണം CA എന്ന് വെച്ചാൽ അത്രത്തോളം ടഫാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ IAS പഠിക്കുവാണെങ്കിൽ തന്നെ അതും ഭയങ്കര ടഫാണ്. അപ്പൊ നമ്മൾ ആ രീതിക്ക് വേണം നമ്മൾ ഇരുന്നിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കണം. അപ്പൊ പഠിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊടുക്കണം, നമ്മൾ ഫോക്കസ് ചെയ്യും. നമ്മളിപ്പോ ഒത്തിരി സമയം പഠിക്കണമെങ്കിൽ ഫുൾ ഡേ ഇന്ന് പഠിക്കണം എന്നല്ല. നമ്മളിപ്പോ ഓരോ പഠിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക, ചുറ്റുമുള്ളതൊന്നും അവര് നോക്കത്തില്ല. ഇപ്പൊ ആരെങ്കിലും ഒച്ച വെക്കും, ബഹളം വെക്കും, ഒന്നും അവർ കേൾക്കാറില്ല. ചില പിള്ളേരാണെങ്കിൽ പഠിക്കുമ്പോൾ അവരിങ്ങനെ എത്തി നോക്കാറുണ്ട്, എന്താ ശബ്ദം കേൾക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താ, അവർ പഠിക്കുവാണെങ്കിലും അവരുടെ ശ്രദ്ധ പഠിത്തത്തിലായിരിക്കത്തില്ല, വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പഠിക്കുന്ന പിള്ളേർ അതിൽ മാത്രം ശ്രദ്ധിക്കും. ചുറ്റും അതായത് ഒരു ശബ്ദം പോലും കേട്ടാ അവര് എന്താ ശബ്ദം എന്ന് നോക്കാൻ പോലും അവർ പോകത്തില്ല, അവർ അതിൽ തന്നെ മുഴുകിയിരിക്കും. സോ അങ്ങനെ നമ്മള് അങ്ങനെയാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത്. പഠിക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം മാത്രം നേടാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഗോള് നമ്മൾ എങ്ങനെയായാലും നമ്മുടെ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യുക. അച്ചീവ് ചെയ്താൽ മാത്രമാണ് നമ്മളിപ്പോ ചെറുപ്പത്തിലേ ഇങ്ങനെ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞു, പിന്നെ നമ്മൾ എൻട്രൻസിനും കൂടി പഠിക്കുക. പിന്നെ +2 കഴിഞ്ഞു, എൻട്രൻസ് എക്സാം എഴുതി. അക്കൂട്ടത്തിൽ തന്നെ നമ്മൾ എൻട്രൻസ് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർ +2 കയറി അവർക്ക് എൻട്രൻസ് എഴുതി പാസ്സായിട്ട് എഞ്ചിനീയറിംഗോ ഡോക്ടറോ നഴ്സിംഗോ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അവർ ആ കൂട്ടത്തിൽ തന്നെ പഠിക്കണമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ അങ്ങനെ തന്നെ പഠിക്കുക. അപ്പൊ അക്കൂട്ടത്തിൽ അതും കൂടെ പഠിക്കണമെങ്കിൽ ഒന്നിച്ച് ഒരു വർഷം വേസ്റ്റ് ആവത്തില്ല. മിക്ക പിള്ളേരെ ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് അവർ +2 കഴിഞ്ഞിട്ടായിരിക്കും എൻട്രൻസ് എക്സാം എഴുതാൻ തന്നെ പോകുന്നത്. അപ്പൊ അവർ 1 ഇയർ മൊത്തത്തിൽ വേസ്റ്റ് ആവുകയാണ്. എൻട്രൻസ് എക്സാം ആണ്, അത് പഠിക്കാനായിട്ട് കോച്ചിങ് സെന്ററിൽ ചേരുക, അങ്ങനെ ഒരു വർഷം ഫുള്ള് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ നമ്മൾ അതിന് വേസ്റ്റ് ആവാതെ ഇരിക്കാനായിട്ട് നമ്മൾ കൂട്ടത്തിൽ തന്നെ എഴുതിയെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ എൻട്രൻസിൽ കൂടുതലായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക. പിന്നെ ബയോളജി ആണെങ്കിൽ ബയോളജി നമ്മൾ ഡിപ്പെൻഡ് അപ്പോൺ ഏതാണോ വെച്ചാൽ അത്. മാത്സും എല്ലാം നമ്മൾ തറവായിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ടൈം കൺസ്യൂം ആണ്. പിന്നെ നമ്മൾ ഡോക്ടറിനെ നമ്മൾ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഡോക്ടറിനെ പഠിക്കും. അപ്പൊ നമ്മൾ ഡോക്ടറിനെ പഠിച്ച് ഫൈനൽ ഇയർ ആകുമ്പോൾ നമുക്കൊരു സന്തോഷം കാണും. ഓ, നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്തു, നമ്മൾ ഇത് അച്ചീവ് ചെയ്തു എന്നുള്ള സന്തോഷം നമ്മുടെ മുഖത്ത് കാണും. ഇപ്പൊ നമ്മൾ എന്ത് പഠിക്കുവാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, നമ്മൾ സാധിക്കണമെങ്കിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സാധിക്കുക.
ഇത് ഞാൻ എന്തായാലും നേടിയിരിക്കും, എത്ര ഡിഫിക്കൽട്ടായാലും നമ്മൾ നേടിയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ IAS എല്ലാ വിഷയങ്ങളും ഏകദേശം ടഫാണ്. പക്ഷെ CA എന്ന് വെച്ചാൽ എൻ്റെറിയോ ഡിഫറെന്റ് ആണ്. കാരണം വെച്ചാൽ ഇപ്പൊ നമുക്ക് CAക്ക് ഞാൻ ഒരു ചെറിയതായിട്ട് മാത്രമേ പറയത്തുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വേറൊരു ക്ലാസ്സിൽ CAയുടെ മൊത്തത്തിലൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതിനെപ്പറ്റി അപ്പൊ പറയാം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് CA എന്ന് വെച്ചാൽ 4 സെമിസ്റ്ററിന്റെ പേപ്പർ ഉണ്ട്. 4 സെമിസ്റ്ററിന്റെ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ഒരു സെമിസ്റ്ററിന് ഇപ്പം പാസിംഗ് മാർക്ക് നമുക്കിപ്പോൾ 40 ആണെങ്കിൽ എല്ലാ സെമിസ്റ്ററും നമ്മൾ 40 ഓൾ റൗണ്ടർ നോക്കുകയാണെങ്കിൽ 200 മാർക്സ് വേണം. ഇപ്പോൾ 40 കിട്ടിയത്, ഒന്നിന് മാത്രം 39 അല്ലെങ്കിൽ എല്ലാത്തിനും നല്ല മാർക്കായിരിക്കും. ഇപ്പൊ നമുക്ക് 58 നല്ല സ്കോറിലുള്ള മാർക്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. ഒരു പേപ്പറിന് മാത്രം നമ്മൾ ഫെയിൽ ആയി. ഇപ്പൊ 40 കിട്ടുന്നത് 39 കിട്ടി. 39 കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളത് പാസ് ആവത്തില്ല, ഫെയിൽ തന്നെയാവും. കാരണം ഇത് CAയിൽ മൈനസ് മാർക്കും ഉണ്ട്. നമുക്ക് ഒന്നും ശരിയായിട്ട് കിട്ടിയില്ലെങ്കിൽ അവരത് മൈനസ് മാർക്കായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കത് മൈനസ് മാർക്കും വരുന്നുണ്ട് CAക്ക്. സോ അപ്പൊ അങ്ങനെയാണ് നമുക്ക് മാർക്സ് പോകുന്നതും. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഈ ജയിച്ച പേപ്പറും തോറ്റ പേപ്പറും എല്ലാം നമ്മൾ ഒന്നിച്ച് വീണ്ടും റീഅപ്പിയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് CA ടഫ് ആണെന്ന് പറയുന്നതും. പലരും അതിനുവേണ്ടി ശ്രമിച്ചിട്ട് വിടുന്ന ഒരു കേസ് അതാണ്. ഇപ്പൊ CA പഠിക്കണമെങ്കിൽ നമുക്ക് ആ ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ എന്തായാലും അത് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ CA നല്ല രീതിയിൽ നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ നോക്കുകയും ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ CA മാത്രമല്ല, ഇപ്പൊ IAS പഠിക്കുന്നവരാണെങ്കിലും IPS എടുക്കാൻ ആഗ്രഹമെങ്കിൽ അവരായിക്കോട്ടെ, നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോയി നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിലാണ് നമുക്ക് വിജയം മാത്രമല്ല, നമുക്ക് പ്രോപ്പറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ CA കിട്ടും, എനിക്കിങ്ങനെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടുമെന്നല്ല, നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, കഷ്ടപ്പെടുക, നമ്മൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഗോളിനോട് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ. സോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ. സോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും സി യു.